ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു പുതിയൊരു കാര്യമാണ് പരിചയപ്പെടുത്തുന്നത്. പുതിയ കാര്യമല്ല, പഴയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. എല്ലാവരും കുട്ടിക്കാലത്ത് നല്ല വലിപ്പത്തിലായാൽ പോലും നമുക്കൊരു കുസൃതി തോന്നുന്നൊരു സംഭവമാണ് ഇതെടുത്ത് പറിച്ച് ഒന്നിങ്ങനെ പൊട്ടിച്ച് കളിക്കുന്നത്. കണ്ടില്ലേ? ഇതിന് ഞൊട്ടാഞ്ഞൊടിയൻ, മുട്ടാമ്പുളിങ്ങ എന്നൊക്കെയാണ് ഇതിന് നാട്ടിൻപുറത്തൊക്കെ പറയാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അടുത്ത കാലത്ത് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സാധാരണ കൊച്ചു കടകളിലൊന്നും കിട്ടാൻ വഴിയില്ല, കാരണം എല്ലാ വളപ്പിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ വളപ്പിൽ വിലയേറിയ ഒരു സമ്പത്താണിത്. വലിയ വിലക്കാണ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റമിൻ സിൻ്റെ കലവറയാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് നമുക്ക് പണ്ടൊക്കെ ധാരാളം അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നുള്ള പോലെ അസുഖങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നമ്മളിതൊക്കെ എടുത്ത് കളിച്ചും കഴിച്ചും നമ്മൾ കളിച്ചുകൊണ്ട് ഇതൊക്കെ കഴിക്കുമായിരുന്നു അല്ലേ? നമ്മളന്ന് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, എന്താ പറയുക, ചെക്കിപ്പഴം, മുട്ടാമ്പുളിങ്ങ, പിന്നെന്താ, അതുപോലുള്ള പഴങ്ങളൊക്കെ കാട്ടിലൊക്കെ നടന്നും പറിച്ചും കളിച്ചും ഒക്കെ അല്ലേ വളർന്നിരുന്നത്. അന്ന് കാലത്ത് അങ്ങനെയുള്ള പല അസുഖങ്ങളും പുതിയതായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്, പണ്ടില്ലാത്ത. അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ചാറായിക്കൊണ്ട് വരുവാണ്. ആദ്യം എള്ളെണ്ണ അടുപ്പിൽ വെച്ചു, എള്ളെണ്ണ പാനിലൊഴിച്ച് ചൂടാക്കി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഒന്ന് പൊള്ളി വരുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളകും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും ഇട്ടു. ഇനിയിപ്പോൾ മുട്ടാമ്പുളിങ്ങയും കൂടെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം എണ്ണയിലൊന്ന് മൂത്ത് വരുവാണ്. എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയ പച്ച രുചി ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയിലിട്ട് വഴറ്റിയെടുത്തത്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം കൂടുതലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അച്ചാർ നമുക്കൊരുപാട് വേണ്ടല്ലോ, കുറച്ചല്ലേ വേണ്ടോ, തൊട്ട് കൂട്ടാനല്ലേ. അപ്പോൾ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇതൊക്കെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് എന്താണ്? ഉലുവ പൊടി. അപ്പം ഞാൻ സാധാരണ അച്ചാറാണെങ്കിലും സാമ്പാറാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ മസാലയും വെവ്വേറെ പൊടിച്ച് വെക്കുക ചെയ്യുക, മിക്സ് ചെയ്ത് വെക്കാറില്ല. അപ്പോൾ അത് ആവശ്യത്തിന് ഓരോന്നിനും ഓരോ പാകത്തിനായിരിക്കുമല്ലോ. ഓരോ അച്ചാറിനാണെങ്കിലും ഓരോ കറിക്കാണെങ്കിലും ഓരോ പാകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ പൊടിച്ച് വെക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഉലുവ പൊടിച്ച് വെച്ചത് ചേർത്തു. ഇനി കായം ചേർക്കണം. കായം കൂടെ ഇട്ട് കൊടുക്കാം. കായവും പൊടിയാണുള്ളത്. സാധാരണ കട്ട ആയിട്ടുള്ള കായം ഉണ്ടല്ലോ, അത് സാമ്പാറിനൊക്കെ എടുക്കും. പക്ഷേ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിച്ചത് ഇവിടെ. ഇനി അതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയിലൊന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. അടുപ്പ് കെടുത്തിയ ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും, അതിൻ്റെ രുചിയും മണവും മാറും, കാണാനും ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഓഫാക്കിയ ശേഷം ആ ചൂടായ എണ്ണയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ആ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ എണ്ണയിലൊന്ന് നനഞ്ഞ് കുതിർന്ന് നന്നായി വരണം, നന്നായി ഇളക്കി ചേർക്കണം. പിന്നെ വേണ്ടത് നമുക്ക് വിനാഗിരിയാണ്. വിനാഗിരി ഞാനിപ്പോൾ ഇവിടെ ഇത്രയും അച്ചാർ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഈ മസാലകളൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ വേണ്ടൂ. അതൊന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. ഇപ്പോൾ ഈ ഞൊട്ടാഞ്ഞൊടിയൻ ഉണ്ടാവുന്ന കാലമാണ്, ഈ സീസണിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ വേനൽ മഴയൊക്കെ വരുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വളപ്പിൽ കിട്ടുന്ന സാധനമല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെയേറെ ഔഷധ ഗുണമുള്ള സാധനമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.